എൻ്റെ ഗാർഡനിൽ ഞാൻ ആദ്യമായിട്ട് നട്ടൊരു ലോട്ടസ് വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് കർണ. ഇത് നട്ട് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ പൂവിടുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ സെല്ലർ എനിക്ക് ഇതിൻ്റെ ട്യൂബർ തന്നത്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, കുറേ മാസങ്ങൾ കഴിഞ്ഞു. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അനക്കല്ലാണ്ടായപ്പോൾ ഞാൻ സെല്ലറോട് ചോദിച്ചു, ഇതെന്താ പൂവിടാത്തത്, നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുക്കണോ, വേറെ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്തെങ്കിലും രാസവളങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്ക്, ചിലപ്പോൾ നിങ്ങളുടെ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ രാസവളം വെച്ച് കൊടുത്തു. നമ്മൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക് മാറുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഒരാഴ്ച മുമ്പുള്ള ഒരു സമയം. ആ ടൈമിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ വളം വാങ്ങിച്ചിട്ട് അതും ഇതിന് വെച്ച് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ബഡ് പോലെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മണ്ണിൻ്റെ ഇഷ്യൂ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ മൂലകങ്ങളും എല്ലാ മണ്ണിലും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ആ ബഡ് വിരിയാനായിട്ട് എത്ര ദിവസം എടുക്കും എന്നുള്ളത് ഇങ്ങനെ കാത്തിരിപ്പായി. അങ്ങനെ 14ാമത്തെ ദിവസം ആ ബഡ് വിരിയാനായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നല്ല തുറന്ന് വന്ന പോലെ രാവിലെ കണ്ടു. ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ പതിയെ തുറന്ന് വരുന്നുണ്ട്. കറക്റ്റ് ഒരു വെയിൽ വന്നൊരു 8-8:30 മണിയായപ്പോഴത്തേക്കും നല്ല പോലെ വിരിഞ്ഞ്, നല്ല എന്താ പറയണ്ടത്, നമ്മളിങ്ങനെ നിലാവ് ഉദിച്ചതുപോലെ എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ വർണ്ണിക്കില്ലേ, അതുപോലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നിറയെ മുത്തുകൾ പിടിപ്പിച്ച പോലെയായിരുന്നു അതിൻ്റെ ഉൾവശത്തെ ആ ഒരു വൈറ്റ് ഡോട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ നല്ല ഭംഗിയുള്ളൊരു പീഠം, അങ്ങനെയല്ലേ പറയുക, പീഠം എന്നല്ലേ പറയുക, പഴയ ഇതിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ. സെൻറ്ററിൽ ദേവി ഇരിക്കുന്ന, ദേവിയുടെ ഇരിപ്പിടമെന്ന് പറയും ആ ഒരു നടുഭാഗത്ത് കാണുന്ന റൗണ്ട് കളർ മഞ്ഞ കളറുള്ള സംഭവം. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അധികം അടുത്ത് താമരേനെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ആ ചെറുപ്പകാലത്തൊന്നും ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പിക്ചറിൽ കണ്ടിട്ടുണ്ട്. റോട്ടിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഭംഗി കാണാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ ആ സമയത്ത് വരാറുണ്ടായിരുന്നു. വിത്തുകൾ ചോദിക്കും, തൈ ചോദിക്കും, ഇതെങ്ങനെ നടണ്ടേന്ന് ചോദിക്കും. അങ്ങനെ കുറേ എൻക്വയറിയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്.